ദിവസങ്ങൾ നീണ്ട ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം കുറിച്ചുള്ള വെടിനിർത്തലിന് അല്പായുസ്. പെഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ഭീകരർ കൂട്ടക്കൊല ചെയ്തതിൽ നിന്നും തുടങ്ങിയ സംഘർഷമാണ് സൈനിക ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ചത്. ഏപ്രിൽ 22-നായിരുന്നു ആ കാവാലികർ കശ്മീരിലെ പെഹൽഗാമിലെ ബൈസരൻവാലിയിൽ നുഴഞ്ഞുകയറി വിനോദസഞ്ചാരികളെ ആക്രമിച്ചത്. സദാസമയവും മഞ്ഞ് പെയ്യുന്ന ഒരിടം, ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പൈൻ മരങ്ങൾ. ആ ദൃശ്യഭംഗി തങ്ങളുടെ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനെത്തിയ 26 സാധാരണക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു. സൗദി സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കി. തുടർന്ന് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനങ്ങൾ. ശേഷം അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾ. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര താവളങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണം നടത്തി. ഇന്ത്യയുടെ തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം തുടച്ചു നീക്കിയവർക്കുള്ള ചുട്ട മറുപടിക്ക് പേരിട്ടത് പ്രധാനമന്ത്രിയാണ്. മെയ് 8-ന് രാത്രി പാകിസ്ഥാൻ ഡ്രോണുകളും പീരങ്കികളും ഉപയോഗിച്ച് ജമ്മു കശ്മീരിലെയും പഞ്ചാബിലെയും നിരവധി ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ശക്തമായ തിരിച്ചടിയിലൂടെ ഇന്ത്യ എല്ലാ ആക്രമണങ്ങളെയും വിജയകരമായി പരാജയപ്പെടുത്തി. മെയ് 9-ന് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധത്തിന് നേരെ ഇന്ത്യൻ തിരിച്ചടിയായി ഇന്ത്യൻ സായുധ സേന ലാഹോറിൽ പാകിസ്ഥാന്റെ HQ-9B വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. സംഘർഷം രൂക്ഷമായതോടെ IPL മത്സരങ്ങൾ നിർത്തിവച്ചു. ഡ്രോൺ ആക്രമണം തുടർന്നതോടെ രാജ്യത്തെ പല വിമാനത്താവളങ്ങളും സുരക്ഷ മുൻനിർത്തി താൽക്കാലികമായി അടച്ചു. മെയ് 10-ന് 3 ദിവസത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിനൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പതിവ് പോലെ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ വിശ്വാസവഞ്ചന കാട്ടിയപ്പോഴും ഇന്ത്യ സംയമനം പാലിച്ച് ജാഗ്രതയോടെ മുന്നോട്ടു പോകുന്നു.